എപ്പോഴും ഓർത്തോണം, എപ്പോഴും ശ്രദ്ധിച്ചോണം. വിഷമിപ്പിക്കുന്ന വില്ലാളികളും എയ്യുന്ന വീരന്മാരും നിനക്ക് ചുറ്റും നിർത്തിയിരിക്കുന്നത്, അവർ നിൽക്കട്ടെ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വേറെ ഒന്നിനല്ല കുഞ്ഞെ, നിന്നെ മാനിക്കാനാണ്. ഇത് ആൾക്കുള്ള ദൂതാന്ന് എനിക്കറിയത്തില്ല, അവരെടുത്തോ. നിന്നെ മാനിക്കാൻ വേണ്ടി, നിന്റെ ദൈവം ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ പോരാട്ടം? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പല വിഷമിപ്പിക്കുന്ന സാഹചര്യം? ഞാൻ അങ്ങനെ ഓരോന്നും എടുത്ത് പറഞ്ഞാലേ ആദത്തിനും ഹവ്വയ്ക്കും വേണമെങ്കിൽ ചിന്തിക്കാം, എന്തുകൊണ്ടാ പാമ്പ്? എന്തുകൊണ്ടാ പാമ്പ്? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പാമ്പ് ഏദൻ തോട്ടത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പുത്രൻ ഭൂമിയിലോട്ട് വരത്തില്ലായിരുന്നു. ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ, ഇത് കേൾക്കുന്ന നിങ്ങളും രക്ഷിക്കപ്പെടുക പോലും ഇല്ലായിരുന്നു. ഈ കൃപയ്ക്കുമേൽ കൃപ വെളിപ്പെട്ടതും ഈ വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നതും ഒക്കെ അന്ന് ആ പാമ്പ് അവിടെ വന്നോണ്ടാ. ഹല്ലേലൂയ. ഹാബേൽ ചോദിക്കുന്നു, എന്തുകൊണ്ട് കായീൻ, ഇങ്ങനൊരു സഹോദരൻ എനിക്ക് ജനിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ കുറെ നാളൂടെ മരിക്കാതിരുന്നേനെ. സത്യത്തിൽ ഹാബേലെ, കായീൻ നിനക്ക് വേണ്ടി വെച്ചതാ. പാമ്പ് വരേണ്ടത് തന്നെയാ. ജോസഫെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഈ സഹോദരങ്ങൾ നിന്നെ പൊട്ടക്കിണറ്റി ഇട്ടില്ലായിരുന്നെങ്കിൽ, നിന്നെ മിസ്രൈമി അടിമച്ചന്തയ്ക്ക് വിറ്റില്ലായിരുന്നെങ്കിൽ, നീ മിസ്രൈമിൽ എത്തുവോ? നീ മിസ്രൈമിൽ എത്തി ഈജിപ്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ നീ ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ ആകുമോ? ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നവരെല്ലാം റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വന്നവരാണ്. റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് കൊട്ടാരത്തിൽ കയറിയ ഒരുത്തനും അവിടുത്തെ പ്രധാനമന്ത്രിയായില്ല. പക്ഷെ പൊട്ടക്കിണറ്റിലൂടെയും നിന്നയിലൂടെയും കാരാഗ്രഹത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും അകത്തളങ്ങളിൽ പ്രവേശിച്ച നിന്നെയല്ലേ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാക്കി ദൈവം മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ മോശെ, എന്തുകൊണ്ട് ഫറവോനെന്ന് ചോദിക്കരുത്. ഇങ്ങനൊരു ഫറവോ ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ വിളിച്ച ദൈവം, മുൾപ്പടർപ്പിൽ നിനക്ക് പ്രത്യക്ഷമായ ദൈവം ശക്തനാണെന്ന് ഈ രാജ്യം അറിയത്തുള്ളൂ. ഏലിയാവെ, എന്തുകൊണ്ട് ആഹാബ് ഇസബേൽ എന്ന് ചോദിക്കരുത്. ഈ വെല്ലുവിളിക്കുന്ന ഇസബേലും ആഹാബ് ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ദൈവം ആരെന്നും നീ സേവിക്കുന്ന ദൈവമാണ് ഇസ്രായേലിൽ ദൈവമെന്നും അറിയത്തുള്ളൂ. ഒടുവിൽ ഞാൻ പറയട്ടെ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പം എന്തിനായി യൂദായെ തെരഞ്ഞെടുത്ത? അയ്യോ, യൂദ വേണം. യൂദ ഉണ്ടെങ്കിലേ ഈ കാര്യമെല്ലാം നടക്കുള്ളൂ. യേശു കർത്താവ് യൂദായെ സംബോധന ചെയ്തൊരു വേർഡുണ്ട്. യേശുവിനറിയാം യൂദ ഒറ്റുന്നവനാണ്, ചതിയനാണെന്നൊക്കെ കർത്താവിനറിയാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളൊന്ന് വായിച്ചേ. പിന്നെ 12 ഒരുത്തനായി ഇസ്കറിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അപ്പോ ഇതെല്ലാം യേശുവിനറിയാം. ഒരിക്കൽ യേശു കർത്താവേ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം, ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്രൂശിതനാകുന്നതിന് മുൻപ് ജൂഡായോട് ചെവി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരും കേട്ടില്ല. ഇവരൊന്ന് കേട്ടോട്ടത്. വായിക്കാവോ? യോഹന്നാൻ 13:26-27 ഒന്ന് വായിച്ചേ. ആരും കേൾക്കാതെ യൂദായുടെ ചെവിയിൽ യേശു പറഞ്ഞതാണ്. യോഹന്നാൻ 13:26-27. ഞാൻ അപ്പം കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്തുവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ചെവി പറഞ്ഞ ഇനി 28-ാമത്തെ വാക്യത്തിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. ഒരുത്തനും മനസ്സിലായില്ല യേശു എന്താ യൂദായോട് പറഞ്ഞെന്ന്. യൂദായോട് രഹസ്യമായിട്ട് പറഞ്ഞു, നീ എന്തുവാണോ പ്ലാൻ ചെയ്യുന്നേ അതങ്ങ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. നീ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതങ്ങ് പെട്ടെന്ന് ചെയ്യും. നീ പെട്ടെന്ന് എന്നെ കാണിച്ചു കൊടുത്താലേ ഞാൻ പെട്ടെന്ന് ക്രൂശിക്കപ്പെടത്തുള്ളൂ. ഞാൻ ക്രൂശിക്കപ്പെട്ടാലേ പിശാചിന്റെ തല പൊടപൊടാ തകരത്തുള്ളൂ. ഞാൻ അടക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് 3-ാം നാൾ ഉയർക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉയർത്താൽ മാത്രമേ എൻ്റെ ദൗത്യം നിർവഹിച്ച് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാനങ്ങ് സ്വർഗത്തിലെത്തിയാൽ മാത്രമേ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ എനിക്ക് ഇങ്ങോട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, can you please do that? നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്യുക, എൻ്റെ പിതാവിന് ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്തുകൊള്ളും. ഈ യൂദായെ യേശു വിളിച്ചൊരു പദമുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ
പന്തിരുവരിൽ ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. റബി, വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. യേശു അവനോട്, യേശു അവനോട് വിളിച്ചതെന്നാ? സ്നേഹിത. ഒന്നുകൂടെ വായിച്ചേ. സ്നേഹിത. മൈ ഫ്രണ്ട്, മൈ ഫ്രണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ? യേശുവിനറിയാം ഈ പണി മുഴുവൻ ഒപ്പിച്ചവനാണ്, ഈ പടയാളികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്ന ഇവനാണ്. ഇപ്പൊ ഈ പട്ടാളക്കാർ യേശുവിനെ പിടിച്ചു കെട്ടുന്നതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ ചതിയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ചതിയാ എന്നല്ല യേശു വിളിച്ചത്, മൈ ഫ്രണ്ട്. ഈ വേദപുസ്തകത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ സ്നേഹിതൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. സ്നേഹിത, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം വേറെ ഇല്ലെന്ന യേശു പറഞ്ഞു. യൂദായെ വിളിച്ചത് കാണിച്ചു കൊടുക്കാൻ, ഒറ്റ കൊടുക്കാൻ വന്നവനെ വിളിച്ചത് സ്നേഹിത, മൈ ഫ്രണ്ട്, യു ആർ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം താങ്ക് യു സോ മച്ച് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട് ഈ പണി മുഴുവൻ നീ ചെയ്തതിന്, ഒരുപാട് നന്ദിയുണ്ട് മൈ ഫ്രണ്ട്. കാരണം നീ ഇങ്ങനൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരുത്തൻ ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പിതാവ് എന്നെ അയച്ചതിൻ്റെ പദ്ധതി നടക്കാൻ പറ്റത്തില്ല.